PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇന്ന് നടന്നിട്ടുള്ള CPO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം കാണുക. ഏറെക്കുറെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളൊരു 25 മോഡൽ എക്സാം നടത്തുന്നുണ്ട് കേട്ടോ. 25 മോഡൽ എക്സാം പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുകൂടാതെ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. PSC അപ്ഡേറ്റ്, PSC ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, കറണ്ട് അഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? 1800 കുണ്ട്ര വിളംബരം നടത്തി ആണോ? മാർത്താണ്ഡവർമ്മയാണ് കുണ്ട്ര വിളംബരം നടത്തിയത്? അല്ല അല്ലെ. 1740 കുളച്ചു യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി, ശരിയാണ്. തൃപ്പടിദാനം നടത്തിയ രാജാവ്, ശരിയാണ്. 1920 ആറ്റിങ്ങ കലാപം നയിച്ച രാജാവ്, ശരിയാണോ? ഇതിനകത്ത് എന്താണ്? അതും ശരിയല്ല അല്ലെ. അപ്പൊ ഏതൊക്കെയാ വരുന്നേ? 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം നടത്തിയത്. അപ്പൊ ഒന്ന് ആലോചിക്കണേ, എന്താണ് ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ എഴുതിയവർക്കൊക്കെ വളരെ ടഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ വളരെ ലൈറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു മീഡിയം ലെവൽ പരീക്ഷയായിരുന്നു അല്ലെ. അപ്പൊ കട്ട് ഓഫ് മാർക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒരു 50-55 റേഞ്ചിലോ കട്ട് ഓഫ് മാർക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. കാരണം ഈ CPO പരീക്ഷയ്ക്ക് സാധാരണ ഇതിൽ കുറഞ്ഞ കട്ട് ഓഫ് മാർക്കാണ് വരാറ്. അടുത്ത ചോദ്യം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് സംഭവം ഏത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിനകത്ത് കിടക്കുന്ന സംഭവം എന്ന് പറയുന്നത്? അറിയാം അല്ലെ. ഓപ്ഷൻ എ കറുപ്പ് യുദ്ധമാണ്. കറുപ്പ് യുദ്ധം. പഞ്ചശീല തത്വങ്ങളിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾ. അടുത്ത ചോദ്യം എന്താണ്? MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? പത്മവിഭൂഷൺ ആണ്. ഏതാണ്? പത്മവിഭൂഷൺ ആണ് ലഭിച്ചത്. അടുത്ത്, ഐക്യരാഷ്ട്ര സംഘടനയോട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്? നോക്കിക്കേ. 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. ശരിയാണോ? പ്രസ്താവന ശരിയാണ് അല്ലെ. പ്രസ്താവന ശരിയാണ്. ഇനി എന്താണ്? 1949 നവംബർ 26 നിലവിൽ വന്നത്. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. നോർവേക്കാരനായ ടിലോഗിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ. ശരിയാണോ? ശരിയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത്. അതും ശരി തന്നെയാണ്. അപ്പോ 1ഉം 3ഉം 4ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കിയാലോ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയല്ലാത്തായിട്ട് വരുന്നത്? മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി. ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. ശരിയാണ്. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ശരിയാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. ശരിയാണോ? തെറ്റാണ് അല്ലെ. അപ്പൊ റൈറ്റ് ആൻസർ ഏത് വരും? ശരിയല്ലാത്ത പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്ത്? എന്താണ്? നമുക്കറിയാം അല്ലെ. ക്രമമായ താപനഷ്ട നിരക്ക്. അടുത്ത ചോദ്യം, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാ? വാവുവേലിയാണ് അല്ലെ. വാവുവേലി. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെയാ? നമുക്കറിയാം ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് അല്ലെ. അടുത്ത ചോദ്യം, കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ഏതാണെന്ന്? ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? നീലഗിരിയാണ് അല്ലെ. നീലഗിരി. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത്? തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നമുക്കറിയാം സീറസ് മേഘങ്ങളാ. സീറസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച
ട്രെയിൻ ഏതാണ്? ഏതാ? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന ദന്തങ്ങളിൽ നിന്നും മധ്യാങ്കം കണക്കാക്കുക. താഴെ തന്നിരിക്കുന്ന ദന്തങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? മധ്യാങ്കം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 13, 32 ആണ് കേട്ടോ. ഏതാണ്? 32. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷ്ണോന്നതി യോജനയുടെ ഉൾപ്പെടുന്നത് ഏതെല്ലാം? അപ്പൊ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഇതിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതായിട്ട് വരുന്നത്? ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഉൾപ്പെടുന്നതാണ്. ദെൻ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉൾപ്പെടുന്നതാണ്. ദെൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷനും ഉൾപ്പെടുന്നതാണ്. 2 മാത്രമാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയില് കുടുങ്ങിയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനായി ദൗത്യത്തിന്റെ പേരെന്ത്? ഇസ്രയേൽ ഹമാസ് മേഖലയിൽ കുടുങ്ങിയവരെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്ത്? എന്തായിരുന്നു? ഓപ്പറേഷൻ അജയ് എന്നതായിരുന്നു. 2022-23 ബഡ്ജറ്റ് പദ്ധതിയായിട്ടുള്ള PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ശരി? 2022-23 ബഡ്ജറ്റിലെ സുപ്രധാന പദ്ധതിയായിട്ടുള്ള PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്നത്തെ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്? നോക്കിക്കേ. സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ശരിയാണോ? ശരിയാണല്ലേ. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 കേന്ദ്രങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ശരിയാണ്. റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാത തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയുടെ ലക്ഷ്യം. അപ്പൊ 1, 2, 4 ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കിയാലോ. താഴെ തന്നിരിക്കുന്നവയിൽ RBIയുടെ പോളിസിയിൽ കൂടുതൽ അനുപാത നിരക്കിലുള്ള 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത്? എന്താണ് തന്നിരിക്കുന്നവയിൽ RBIയുടെ പോളിസിയിൽ കൂടുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത് എന്നാ ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഏത് തെറ്റായത്? ബാങ്കിങ് നിരക്ക് 5.25% എന്നതാണ് കേട്ടോ. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്ന പറയുന്ന പേരെന്ത്? എന്താണ്? പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തേക്ക് എത്തിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അപ്നി മാണ്ടി എന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി അപ്നി മാണ്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന്? ഏതാണ് ആർട്ടിക്കിൾ? എല്ലാവർക്കും അറിയാം അല്ലെ. ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ? അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭരണഘടനയിലെ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പാർലമെന്റ് ഉപരിസഭയാണ്. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. രാജ്യസഭ 250 അംഗങ്ങളാണ് ഉള്ളത്. ശരിയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷൻ. ശരിയാണ് അല്ലെ. എന്താണ്? 3 പ്രസ്താവനകളും ശരിയാണ്. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുക. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം നമ്മൾ ഉപയോഗിക്കുന്നത്? രാഷ്ട്രപതിയാണ് അല്ലെ. ആർക്കാണ്? രാഷ്ട്രപതിയാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നും സ്വീകരിച്ചതാണ്? ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമുക്കറിയാം അല്ലെ. ആരാ? സുകുമാർ സെൻ ആയിരുന്നു അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം എന്ന് പറയുന്നത് ഏതാ? ചെനാബ് പാലമാണ്. ചെനാബ്. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താവ് ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന്? ആരാണ്? നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് അല്ലെ.
തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിന്റെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആശ ശോഭനയാണ്. എംഫിസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ്? അതിനാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തിൽ. അല്ലെ? ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഏതാണ് ആ ഹോർമോൺ? മെലാട്ടോണിൻ ആണ്. ഏതാണ്? മെലാട്ടോണിൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണെന്ന്? ഏതാണ് തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു എന്ന് പറയുന്നത്? അയഡിൻ ആണ്. അല്ലെ? രോഗങ്ങളും അവിടെ രോഗാണുക്കളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണ്? ഇതിനകത്ത് ഏതാണ് തെറ്റായ ജോഡി വരിക? നമുക്കറിയാം വൈറസ് ന്യൂമോണിയ ആണ് തെറ്റായിട്ട് വരുന്നത്. ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? നോക്കിക്കേ, ഓരോന്നോരോന്ന് നോക്കാം. ഓസോൺ പാളിയുടെ ഭൂരിഭാഗം ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ശരിയാണോ? തെറ്റാണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളി ശോഷണത്തിന് കാരണമാകുന്നു. ശരിയാണ്. സൂര്യന്റെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ശരിയാണോ? ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, പെല്ലഗ്ര ഏത് ജീവകത്തിന് അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ഏതാണ് പെല്ലഗ്ര? ഏത് ജീവകത്തിന് അപര്യാപ്ത മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം B3 ആണ്. അല്ലെ? ഒരു ലെൻസിന്റെ പവർ 2.5D ആണ്. ഇത് ഏത് ലെൻസ് ആണ്? ഇതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. 40 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരമായിട്ട് വരിക. താഴെ പറയുന്നവയിൽ ഏതിനാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ? ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ താഴെ പറയുന്ന ഏതാ? സ്റ്റീലിലാണ്. പ്രതലം എസും ആരം 6ഉമുള്ള സോപ്പ് കുമിളകളുടെ ഉള്ളിലുള്ള അതിമർദ്ദം എത്രയാണ്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇതിനകത്ത് വരിക? നോക്കിക്കേ, ഓപ്ഷൻ എ ആണ്. അല്ലെ? അടുത്ത്, ISROയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ISROയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിരുന്ന ശരിയായ പ്രസ്താവന ഏതെല്ലാം? അപ്പൊ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്? നോക്കിക്കേ, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത്? താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് റിഡോക്സ് പ്രവർത്തനം അല്ലാത്തതായിട്ട് വരുന്നത്? നോക്കിക്കേ, ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത്, കോളം 1ലെ മൂലകങ്ങളും കോളം 2ലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ചേർത്ത് എഴുതിയാൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? ഏതാണ് 2023 രസത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്? രസതന്ത്രത്തിന് ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്? ഫസ്റ്റ് പ്രസ്താവന നോക്കിയേ, 1950 ഹെർമൻ ഗുണ്ടേർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. ശരിയാണ് പ്രസ്താവന? ശരിയാണ്. മലയാളത്തിൽ 2ാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടേർട്ട് 1847 ആരംഭിച്ചു. അതും ശരിയാണ്. ഹെർമൻ ഗുണ്ട ലണ്ടൻ മിഷൻ സൊസൈറ്റി അംഗമായിരുന്നു. തെറ്റാണ്. അല്ലെ? 1ഉം 2ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന? അപ്പോ ഫ്രാൻസിലെ പാരീസ് 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലും പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ്, 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പർ ആയിരുന്ന മലയാളിയാണ് PR ശ്രീജേഷ്. ശരിയാണ്. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതി പത്മശ്രീ 2019, 3ാമത്തെ സിവിലിയൻ ബഹുമതി പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണെന്നുള്ളതാണ്. ഇത് തെറ്റായ പ്രസ്താവന ഇല്ല. അടുത്ത ചോദ്യം നോക്കിയാലോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന
ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക? നോക്കിക്കേ. നാലപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജനും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴ തീരത്ത് സ്ഥാപിച്ചു. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരജീവിപ്പിക്കുന്നതിനും സംരക്ഷണത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമായി കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിൽ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡ്രീം യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. ശരിയാണോ? ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കിയാലോ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരിയാണ്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തപസ്സല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ്. ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമേ ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളതാണ് കേട്ടോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭി പത്രത്തിന്റെ സ്ഥാപകനാണ്. ശരിയാണ്. സ്വദേശാഭി പത്രത്തിന്റെ എഡിറ്റോറിയലെ പ്രവർത്തിക്കുന്ന കെ രാമകൃഷ്ണ പിള്ളയാണ്. ശരിയാണ് അല്ലെ? അപ്പോ 2ഉം 3ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഒറ്റയാന കണ്ടെത്തുക. ഒറ്റയാന കണ്ടെത്തുക 51 റൈറ്റ് ആൻസർ ഏതാണ്? 69 ആണ്. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക ഏതാണ്? 600 ആണ്. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. താഴെ കൊടുത്ത സംഖ്യകളുടെ മീഡിയൻ ആണ് ചോദിച്ചേക്കുന്നത്. 4.40 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 54 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 11 ആണ് കേട്ടോ. 11 ആണ്. ഓപ്ഷൻ ബി ആണ്. 55 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 56 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒരു പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം. നീതുവിന് 180 മാർക്ക് കിട്ടി. നീതുവിന് പാസ്സാകാൻ 60 മാർക്കിൽ കുറവുണ്ട്. എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്രയാണ്? 400 ആണ് കേട്ടോ. 400 മാർക്കാണ്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിന്റെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് റൈറ്റ് ആൻസർ ഏതാണ് വരിക? നോക്കിക്കേ. ഓപ്ഷൻ ഡി 6.28 സെന്റിമീറ്റർ എന്താണ് കേട്ടോ. അരുൺ തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് നേരെ ഇടത്ത് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ തന്റെ വീട്ടിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ഏതാണ്? 10 കിലോമീറ്റർ എന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം 60 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 60 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? രണ്ടായിരത്തി 24 കേട്ടോ. 2024 റൈറ്റ് ആൻസർ. കുറ്റം എന്നതിന്റെ എന്താണ്? BNS അനുസരിച്ചിട്ടുള്ള അർത്ഥം എന്ത്? BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി എന്നതാണ് കേട്ടോ. ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി. BNS പ്രകാരം റിഫേഴ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിസ്സാരമായി ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവർത്തികൾ എന്നതിനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. നിസ്സാരമായി ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവർത്തികൾ എന്നതിനെയാണ് ശ്രദ്ധിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയാൽ, അടുത്ത ചോദ്യം, BNS പുതിയതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി. BNSൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ശിക്ഷാ എന്താണ്? നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം എന്നതാണ് കേട്ടോ. നിർബന്ധിത സാമൂഹിക പ്രവർത്തനം എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം.
ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കോടതികൾക്കാണ് ട്ടോ അധികാരം. കോടതികൾ. BNS വകുപ്പുകൾ 168 170 പ്രകാരം നടപടിയുടെ പ്രധാന ലക്ഷ്യം എന്തിനെയാണ്? കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നതാണ് ട്ടോ. കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക. BNS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണം. അടുത്ത് ഭാരതീയ സാക്ഷ്യ സന്ധിനി BSA പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 2-ലാണ്. സെക്ഷൻ 2-ലാണ് ട്ടോ. സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ഏതാ? ഓപ്ഷൻ സി ആണ്. കേരള പോലീസ് ആക്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ? റൈറ്റ് ആൻസർ ഏത് വരും? സെക്ഷൻ 29 ട്ടോ. സെക്ഷൻ 29. കേരള പോലീസ് ആക്ട് 98-ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ് ട്ടോ. ജില്ലാ പോലീസ് മേധാവി. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുള്ള പരമാവധി ശിക്ഷ. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുള്ള പരമാവധി ശിക്ഷ ഏതാണ്? 3 വർഷം തടവാണ് ട്ടോ. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? എപ്പോഴാണ് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യം കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ ആണ് ട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. IT ആക്ട് സെക്ഷൻ RRF ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത് ചുമത്തുക? നോക്കിക്കേ. ഓപ്ഷൻ ബി, ഒരു വ്യക്തി സുരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിലാണ് ട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ച് വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസ് നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പ് അടിസ്ഥാനത്തിൽ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? ഏതാണ്? വകുപ്പ് A ആണ് ട്ടോ. വകുപ്പ് 811 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. IT വകുപ്പ് 2067B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ആ വകുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നോക്കിക്കേ. കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗിക പ്രകടനമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കലാണ് ട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത് NBAPS പ്രകാരം ഒരു വ്യക്തിക്ക് മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ച നിയമപരമായി എന്ത് സംഭവിക്കും? മയക്കുമരുന്ന് കുറ്റകൃത്യത്തിന് പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചവന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ട്ടോ. അടുത്ത് ഇനി പറയുന്ന സാഹചര്യങ്ങൾ ഏതാണ് NDPS ആക്ടിന്റെ വകുപ്പ് 31A ചുമത്താൻ സാധ്യതയുള്ളത്? ഏതാണ് ചുമത്താൻ സാധ്യതയുള്ളതായിട്ട് വരുന്നത്? നോക്കിക്കേ. വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം എന്നുള്ളതാണ് ട്ടോ. വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്ന ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? ഏതാണ് ഈ ഒരു അതിക്രമമായിട്ട് കണക്കാക്കാൻ സാധ്യത വരുന്നത്? ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഏതെങ്കിലും വസ്തു തിരികൽ ആണ് ട്ടോ. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗം ബന്ധപ്പെട്ട് ഇനി പറയുന്ന ഈ പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല എന്നാണ് ട്ടോ. സോമൻ, വിധു, ഇന്ദു ഇവ എന്തിന്റെ പര്യായ പദങ്ങളാണ് വരുന്നത്? നോക്കിക്കേ. ചന്ദ്രനാണ് ട്ടോ. ചന്ദ്രൻ. തെറ്റായ പദം ഏത്? ഇതിനകത്ത് ഏതാണ് തെറ്റായ പദം? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പദമായിട്ട് വരിക. നാഗം എന്നതിന്റെ വിപരീത പദം നരകം എന്നതാണ് ട്ടോ. നാഗം എന്നതിന്റെ നരകമാണ്. ചെയ്യേണ്ടത് ചെയ്ത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരിയായ വാക്യം തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എന്നതാണ്. നിദാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വരിക? ശബ്ദം എന്നതാണ് ട്ടോ. ഏതാണ്? ശബ്ദം എന്നതാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏതാണ്? ഓപ്ഷൻ എ ആണ് ട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? ഇതിനകത്ത് ഏതാണ് ബഹുവചന രൂപം അല്ലാത്തതായിട്ട് വരുന്നത്? നോക്കിക്കേ. ഓപ്ഷൻ ഡി പെങ്ങൾ എന്നതാണ് ട്ടോ. ജഗമനസ് പിരിച്ചെഴുതുക എന്തുവരും? ഓപ്ഷൻ ബി ആണ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്?
ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആശിച്ചു കാലം കഴിക്കുന്നവൻ എന്നതാണ് കേട്ടോ. ആശിച്ചു കാലം കഴിക്കുന്നവൻ എന്താണ്? ഇനി 91 റൈറ്റ് ആൻസർ ഏതാണ്? 91 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണേ. 92 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 92 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 93 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 94 റൈറ്റ് ആൻസറും ഓപ്ഷൻ എ തന്നെയാണ്. 95 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണേ. 96 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതും ഓപ്ഷൻ ബി തന്നെയാണ്. 97 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 98 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി 99 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 100 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് 100 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ എന്താണ് CPOയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇന്ന് നടന്ന പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എക്സാം അനലൈസ് ചെയ്ത് പോയത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കൃത്യമായിട്ടൊക്കെ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതാൻ പോകുന്നവരെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.